കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 9 നമ്മൾ 4-ാമത്തെ ശ്ലോകം ചെയ്തു. 4-ാമത്തെ ശ്ലോകത്തിൽ ഒരു കുട്ടിയാണ് ഗുരു, അല്ലേ? ചെറിയൊരു കുട്ടി, ബാലൻ. അതായത് ഒരു ബാലനിൽ നിന്ന് ഞാൻ എന്താണ് പഠിച്ചത് എന്താ വെച്ചാൽ, ബാലൻ എന്ന് പറഞ്ഞാൽ ചെറിയ ശിശു, ചെറിയ കുട്ടിയെ, 2 വയസ്സോ 1 വയസ്സൊക്കെ ആയിട്ടുള്ള കുട്ടികളെ അജ്ഞാനം, അവർക്കൊന്നും അറിയില്ലല്ലോ. അവർ അജ്ഞാനം കൊണ്ട് അവർ സുഖത്തിന് വേണ്ടി പ്രയത്നിക്കില്ല. അവരുടെ മനസ്സ് ചിന്തകളാൽ നിറഞ്ഞതല്ല, എപ്പോഴും സന്തോഷമാണ്. അതേപോലെ തന്നെയാണ് അജ്ഞാനം കൊണ്ട് ആനന്ദം അനുഭവിക്കുന്ന ഒരു കുട്ടിയും സർവജ്ഞനായിട്ടുള്ള ഒരു ബ്രഹ്മജ്ഞാനിയും അതുപോലെ തന്നെയാണ്. അതായത് സുഖത്തിന് വേണ്ടി പ്രയത്നിക്കുന്നില്ല, മനസ്സ് വിചാരശൂന്യാണ്. അങ്ങനെ എപ്പോഴും സന്തോഷം. അത് കുട്ടിയുടെ കയ്യിൽ നിന്ന് പഠിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ കുറേ ആരൊക്കെ ആദ്യം തൊട്ട് നോക്കുക വെച്ചാൽ ഭൂമി, വായു, ആകാശം, ജലം, അഗ്നി, ചന്ദ്രൻ, സൂര്യൻ, പ്രാവ്, പെരുമ്പാമ്പ്, സമുദ്രം, ഈയാമ്പാറ്റ, അല്ലേ? തേനീച്ച, ആന, തേൻ ശേഖരിക്കണ ആൾ, അല്ലേ? പിന്നെയോ മാന്, മത്സ്യം, പിങ്കള, പിന്നെയോ ആ ഒരു കുരരപ്പക്ഷിയോ ഞാറപ്പക്ഷി, മത്സ്യം, അതായത് പിന്നെ ഇപ്പോൾ ഒരു കുട്ടി, ശിശു. ഇനി നമുക്ക് ഒരു വിവാഹം കഴിയാത്ത ഒരു കുട്ടി, കുമാരി, പിന്നെ അമ്പുണ്ടാക്കണ ഒരാൾ, പിന്നെ സർപ്പം, പെരുമ്പാമ്പല്ല സാധാരണ സർപ്പം, പിന്നെ 8 കാലി, പട്ടുനൂൽപ്പുഴു. ഇങ്ങനെ നമുക്ക് ഇനി 5 കൂടിയും ചെയ്യാനുണ്ട്. അപ്പം നമുക്ക് നോക്കാം. അടുത്തത് നമ്മൾ 4 നമ്മൾ നിർത്തിയത്. അപ്പം 5 വായിക്കാൻ കേട്ടോ. 5 ഇനി അടുത്തത് നമുക്ക് വായിക്കേണ്ടത്. ഓക്കെ, എന്താണ് 5-ാമത്തെ ശ്ലോകം ഞാൻ വായിക്കാം കേട്ടോ. കുമാരി, അതായത് ഒരു പിന്നെ വിവാഹം കഴിയാത്ത കുട്ടിയെന്ന് എന്താ പഠിക്കണമെന്നാണ് കേട്ടോ ഇതിൽ പറയണത്. ക്വചിത് കുമാരി ത്വാത്മാനം വൃണാനാൻ ഗൃഹം ആഗതാൻ സ്വയം താൻ അർഹയാമാസ ക്വാപിയാതേഷു ബന്ധുഷു. എന്താണ് ക്വചിത്? ഒരു ദിക്കിൽ ഒരു സ്ഥലത്ത്, ബന്ധുഷു ഒരിക്കൽ എന്നൊക്കെ പറയാം. ബന്ധുഷു തൻ്റെ പിന്നെ ബന്ധുക്കളൊക്കെ, അച്ഛനും അമ്മയും ബന്ധുക്കളൊക്കെ ക്വാബി വേറൊരു സ്ഥലത്തേക്ക് യാതേഷു പോയ സമയത്ത് ആത്മാനം തന്നെ പിന്നെ ആത്മാനം വൃത്താൻ, അതായത് തന്നെ വിവാഹം കഴിക്കാൻ വരുന്ന വരൻ്റെ കുടുംബം ഗൃഹം ആഗതാൻ താൻ, തൻ്റെ വീട്ടിലേക്ക് ആരുമില്ല. അതപ്പോൾ ഈ കുട്ടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കുട്ടി പെണ്ണ് കാണാൻ വരണവരെ ആ വീട്ടിലേക്ക് വന്നവരുമായിട്ടുള്ള അവരെ എന്തോ കാരണം കൊണ്ട് ബാക്കി ആരുമില്ല അവിടെ, ഈ കുട്ടി മാത്രമേ ഉള്ളൂ. കുമാരി, ഒരു കന്യക, സ്വയം താൻ തന്നെ അർഹയാമാസ, അവരെ വേണ്ട പോലെ പിന്നെ എന്താണ് അതിഥി സൽക്കാരം ചെയ്ത് എന്താണ് അവരെ സൽക്കരിച്ചു. അതായത് എന്താ വെച്ചാൽ ഒരു സമയത്ത് എന്താണെന്ന് കഥയാണ്, ഒരു കഥ പോലെയാണ്. എന്താണ് ഈ കുമാരനെന്ന് കന്യകയെന്ന് പഠിച്ചു വെച്ചാൽ, ഒരിക്കൽ വീട്ടിൽ വേറെ ആരും ഇല്ലാത്ത സമയത്ത് ഈ കുമാരിക്ക് വിവാഹാലോചനയായിട്ട് കുറച്ച് ആൾക്കാർ വന്നു. അപ്പോൾ ആ വീട്ടിൽ വന്ന അതിഥികളെ ഈ സ്ത്രീക്ക് തന്നെ സൽക്കരിക്കേണ്ടി വന്നു. ആരും ഇല്ലല്ലോ, അപ്പോൾ അറിയുണ്ടാവില്ല, എന്തായാലും സൽക്കരിക്കേണ്ടി വന്നു. അതാണ് സിറ്റുവേഷൻ, കോണ്ടെക്സ്റ്റ് അതാണ് കേട്ടോ. 5 വായിച്ച് 6 പോവാം. ക്വചിത് കുമാരി ത്വാത്മാനം വൃണാനാൻ ഗൃഹം ആഗതാൻ സ്വയം താൻ അർഹയാമാസ ക്വാപിയാതേഷു ബന്ധുഷു. ഇനി 6-ാമത്തെ ശ്ലോകം വായിക്കാം. തേഷാമഭ്യവഹാരാർത്ഥം ശാലീൻ രഹസി പാർത്ഥിവ അവഘ്നന്ത്യാ പ്രകോഷ്ഠസ്ഥാശ്ചക്രു സംഘാ സ്വനം മഹദ്. പാർത്ഥിവ, ഹേ രാജാവേ, യദുമഹാരാജാവിനോട് അവധൂതം പറയുകയാണല്ലോ. അപ്പോൾ യദുമഹാരാജാവിനെ സംബോധന ചെയ്തു. ഹേ രാജൻ, അല്ലെങ്കിൽ രാജാവേ, തേഷാം, അവരുടെ അഭ്യവഹാരാർത്ഥം, ആഹാരത്തിന് ആയിട്ട്, രഹസി, അവരൊന്നും അറിയാണ്ട് ഇരിക്കൂട്ടോ എന്നൊക്കെ പറഞ്ഞു, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് എന്തെങ്കിലും കഴിക്കാനെടുക്കാമെന്ന് പറഞ്ഞ് രഹസ്യമായിട്ട് അവരൊന്നും അറിയാതെ ശാലീൻ അവഘ്നന്താഹ, നെല്ല് കുത്തുന്ന അവളുടെ
ഒന്നുമില്ല വീട്ടിൽ, അത്ര വലിയ പിന്നെ സ്ഥിതിയിലുള്ളവരൊന്നും അല്ല. അപ്പോൾ വേഗം നെല്ല് കുത്തുകയാണ് പിന്നെ ഈ ഉരലിലേ. പ്രകോഷ്ഠസ്ഥാഹ അപ്പം കയ്യുമ്പിലൊക്കെ ഇങ്ങനെ കുപ്പിവളയൊക്കെ ഇട്ടിട്ടുണ്ടേ. ശംഖാഹ ശംഖുവളകൾ, അല്ലെങ്കിൽ കുപ്പിവളകളോ ശംഖുവളകൾ, നമ്മൊക്കെ ശംഖ് കൊണ്ട് വളകൾ ഉണ്ടാക്കുന്നുണ്ടാവും. നമ്മൾ ഈ കന്യാകുമാരിയൊക്കെ കാണൂലേ വിൽക്കാൻ വെച്ചിട്ടുണ്ട്, അതുപോലെ അങ്ങനത്തെ ശംഖുവളകൾ, അല്ലെങ്കിൽ തമ്മിൽ തൊട്ടാൽ ശബ്ദം ഉണ്ടാക്കും അങ്ങനത്തെ വളകൾ പാവം 2 കൈമ്പിലും ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുത്തുമ്പോൾ ഇങ്ങനെ ഇളകില്ലേ. മഹത്സ്വനം ചക്രു, അതുകൊണ്ട് വല്ലാത്ത ശബ്ദം ഉണ്ടായി ഇങ്ങനെ കുത്താൻ തുടങ്ങിയപ്പോഴേ. അപ്പോൾ അത് അവരറിയണമെന്നില്ല ഈ കുട്ടിക്ക്, അതാണ്. അപ്പോൾ അതിഥികളെ തന്നെ സൽക്കരിക്കും വേണം. അപ്പോൾ അവർക്ക് ഭക്ഷണം എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ വിചാരിച്ചിട്ട് നെല്ല് കുത്തി അവളെ അത് അരിയാക്കാൻ ശ്രമിച്ചു. എന്നിട്ട് അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാച്ചേ. അപ്പോൾ ഉരലിലിട്ട് കുത്തുന്ന സമയത്ത് കയ്യിൽ കിടന്ന ഈ ശംഖുകൊണ്ടുണ്ടാക്കിയ വളകൾ തമ്മിൽ തൊട്ടിട്ട് വലിയ ശബ്ദം ഉണ്ടാക്കി എന്നാണ് അതിൽ പറഞ്ഞത്. തേഷാം അഭ്യവഹാരാർത്ഥം ശാലീൻ രഹസി പാർത്ഥിവ അവഘ്നന്ത്യ പ്രകോഷ്ഠസ്ഥാശ്ചക്രുശംഖാസ്വനം മഹത്. അവൾക്ക് അങ്ങനെ ഇവിടെ പിന്നെ ഇടിച്ചുണ്ടാക്കി അരി കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്നൊന്നും ഈ വന്നവരറിയണമെന്നില്ല. കാരണം മോശമല്ലേ, വീട്ടിൽ അതുപോലും ഇല്ല, ഒരു തുള്ളി അരി പോലും ഇല്ല എന്ന് പറഞ്ഞാൽ നെല്ലേ ഉള്ളൂ. അത് പറഞ്ഞാൽ മോശമല്ലേ വെച്ചിട്ട് അവൾക്ക് അവർ അറിയരുതെന്നുണ്ട് അവൾ ചെയ്യണത്. അതുകൊണ്ടാണ് രഹസ്യമായിട്ട്. അപ്പോൾ ഈ ശബ്ദം ഉണ്ടാക്കിയാൽ എന്താ ശബ്ദം എന്ന് വിചാരിക്കുമല്ലോ അവർ, അതുകൊണ്ട് എന്താ ചെയ്തതെന്നാണ് ഈ പറയണത് അടുത്തേൽ. സാ തജ്ജുഗുപ്സിതം മത്വാ മഹതി വ്രീഡിതാ തതഃ ബഭഞ്ജേകൈകശ ശംഖാൻ ദ്വൗ പാണ്യോരശേഷയത്. അപ്പോൾ അവൾ ആ ശബ്ദം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മഹത പിന്നെ സാ മഹതി ആ സ്ത്രീ സാ മഹതി സാ അല്ലെങ്കിൽ നല്ല ആ കുട്ടി തത് ആ നെല്ല് കുത്തുന്നതിനെ, അതായത് പിന്നെ ദരിദ്രയാണെന്ന് അവർ വിചാരിക്കരുതെന്നുണ്ട്. അതായത് നെല്ലൊക്കെ കുത്തിയിട്ട് അപ്പം ഉണ്ടാക്കിയിട്ട് വേണമെന്ന് പിന്നെ അവളെ അത്ര ദരിദ്രയാണെന്ന് ഈ വന്ന അതിഥികൾ വിചാരിക്കരുത് എന്ന് വിചാരിച്ചിട്ട് ജുഗുപ്സിതം ചാൽ വളരെ പിന്നെ എന്താണ് അത് മോശമല്ലേ അങ്ങനെ വിചാരിച്ചാൽ. തനിക്ക് നമ്മളെ വീട്ടിൽ ദാരിദ്ര്യമാണെന്ന് അവർ വിചാരിക്കരുത്, അത് നിന്ദ്യമാണ്, അതായത് മോശമാണെന്ന് വിചാരിച്ച് തതഹ വ്രീഡിത അതിനാൽ ലജ്ജിച്ച് ശംഖാൻ ആ ശംഖ് വളകളെ ഏകൈകശ ഓരോന്നായിട്ട് ബഭഞ്ച ഊരി ഉടക്കി, ബഞ്ചാന്നാ പറഞ്ഞെന്നാ ഉടച്ചുന്നോ ഊരിന്നോ എന്താ ചാവാ. എന്നിട്ട് ദ്വൗ 2 വള മാത്രം പാണ്യൻ 2 കരങ്ങളിലും അശേഷയത് ബാക്കി വെച്ചു. ബാക്കി കുറേ വള ഉണ്ടായിരുന്നു, ഭയങ്കര ശബ്ദം വിചാരിച്ചിട്ട് ബാക്കി വളയൊക്കെ ഊരി വെച്ചിട്ട് 2 കൈമ്പിലും ഈ 2 വള ഇട്ടു. അതാണ് 2 കൈകളിൽ ഈ 2 വള വീതം ഇട്ടു. അതായത് ഇങ്ങനെ ഈ വലിയ ശബ്ദം ഉണ്ടാക്കിയപ്പോൾ ഇത് എല്ലാവരും ആ ശബ്ദമൊക്കെ അവൾക്ക് തന്നെ വല്ലാതെ ലജ്ജയായി. ഇനി ഇവള് വലിയ ദരിദ്രയെന്ന് വിചാരിക്കുമോ എന്ന് വിചാരിച്ചിട്ട് പറ്റുന്നത്ര 2 വളകൾ ഈ 2 അവളെ ഓരോ കയ്യിൽ ഈ 2 വള ഒഴിച്ച് ബാക്കിയൊക്കെ അഴിക്കുകയോ പൊട്ടിക്കുകയോ എന്താ വെച്ചാൽ ചെയ്തു. മറ്റുള്ളതൊക്കെ അഴിച്ച് ദൂരെ മാറ്റി. എന്നിട്ടോ 7 വായിച്ച് 8 വായിക്കാം. സാ തജ്ജുഗുപ്സിതം മത്വാ മഹതി വ്രീഡിത തതഃ ഭവഞ്ചക ഏകൈകശ ഓരോന്നുമായിട്ട് മാറ്റി. അപ്പോഴും ശബ്ദമുണ്ട്, അവസാനം 2 മാത്രം. ദ്വൗ പാണ്യോരശേഷയത് ബാക്കി 2 വളയുള്ളൂ. ഇനി 8 ഉഭയോരപ്യഭൂദ്ഘോഷോ ഹ്യവഘ്നന്ത്യാ സ്മശംഖയോ തത്രാപ്യേകം നിരഭിതം ഏകസ്മാനഭവധ്വനി. അപ്പോൾ ബാക്കി 2 ഉണ്ടായിരുന്നല്ലോ അവഘ്നന്താം. എന്നിട്ടും അവൾ പിന്നെ ആ 2 വളകളെ ഇട്ടിട്ട് കുത്താൻ തുടങ്ങി. അപ്പോഴോ ഉഭയോഹോ ശംഖയോഹോ അഭി 2 വളയാണെങ്കിലും ചെറിയ ശബ്ദം ഉണ്ടാവും അല്ലേ. ഘോഷ അഭൂത് ആ 2 വളയിട്ടുള്ളൂ വെച്ചാലും അത് തമ്മിൽ കൂട്ടിമുട്ടിയിട്ട് കുറച്ച് ശബ്ദം ഉണ്ടായി. അതുകൊണ്ട് തത്ര അഭി ആ 2ലും ഏകം ഒന്നേ മതി നിശ്ചയിച്ചു അവളെ. നിരഭിതത് അതും മാറ്റി ബാക്കി 1 ഏകസ്മാത് ആ 1 നിന്ന് ധ്വനി ശബ്ദം എന്ന അഭേദ. അപ്പോൾ 1 കൂട്ടിമുട്ടാനൊന്നുമില്ലല്ലോ, അപ്പോൾ ശബ്ദം ഉണ്ടായില്ല നാച്ചുറലി അല്ലേ. എന്താണ് അപ്പോൾ എന്നിട്ട് മറ്റുള്ള ഈ 2 വളകളായിട്ട് നെല്ല് കുത്താൻ ശ്രമിച്ചപ്പോഴും നെല്ല് കുത്തുമ്പോൾ അവളെ കയ്യിൽ നിന്ന് ആ ശബ്ദം ഉണ്ടാവുന്നുണ്ട്. അപ്പം അവൾ ഓരോ വളയും കൂടിയും ഓരോ കയ്യിൽ നിന്നും അഴിച്ചു മാറ്റി. ഇപ്പോൾ ഓരോ വളയുള്ളൂ ഓരോ കയ്യുമ്പിലും. എന്നിട്ട് കുത്തിയപ്പോൾ എന്തായി, പിന്നെ ശബ്ദമേ ഇല്ല.
അതിൻ്റെ അർത്ഥം എന്താ? അനവധി ആൾ ഒരുമിച്ചാൽ ഭയങ്കര ലഹളയും കലഹവും ഒക്കെ ആവും. പലപ്പോഴും നമ്മൾ കാണുമല്ലോ, അതെല്ലാവർക്കും വേറെ വേറെ അഭിപ്രായമാണ്. അപ്പോൾ ആൾക്കാരധികം കൂടിയാൽ കലഹവും ശബ്ദവും ബാക്കി പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. എന്നാൽ 2 പേരായാൽ പോലും ചിലപ്പോൾ തമ്മിൽ ചേരില്ല വെച്ചാൽ കലഹവും വിഷമവും അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യത്തിൽ പറയുകയൊക്കെ ചെയ്യാലോ. 2 ആളല്ലേ വേണ്ടൂ. 2 ആളായാൽ പോലും ചിലപ്പോൾ അത് ഒഴിവാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ കന്യകയുടെ വള പോലെ ഒറ്റയ്ക്ക് കഴിഞ്ഞു കൂടുന്നതാണ് ഏറ്റവും സുഖം എന്ന് ഈ യോഗി കന്യകയുടെ എന്ന് പഠിച്ചു എന്നാണ് അതിൽ പറയണത്. അതാണപ്പോൾ ഇതിൻ്റെ സാരം. അതാണ്. പിന്നെ അതായത് ഈ 2 ആൾ, അനവധി ആളുണ്ടെങ്കിൽ എന്തായാലും പ്രശ്നമാണ്. 2 ആളാണെങ്കിൽ കൂടി അവർ തമ്മിൽ ചേരില്ലെങ്കിൽ ശബ്ദഘോഷവും വഴക്കും ഒക്കെ ഉണ്ടാവാം. ഒറ്റയ്ക്ക് തന്നെയാണ് നല്ലത് എന്ന്. അതുകൊണ്ടാണ് ഈ യോഗി ഒറ്റയ്ക്ക് കാട്ടിലോ എവിടെ വെച്ചാൽ അവധൂതനായിട്ട് നടക്കണത്. അപ്പം ഈ ഒരു പാഠം ഞാൻ ഈ കന്യകയുടെ വളയെന്നാണ് പഠിച്ചത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ശരിയല്ലേ? അങ്ങനെയാണല്ലോ. ഒന്ന് ഉള്ളുവെച്ചാൽ പിന്നെ ഇല്ല. ഇനി നമുക്ക് അപ്പോൾ ഉഭയോരപ്യഭൂത്ഘോഷോ ഹ്യവഗ്നന്ത്യാസ്മശംഖയോ 2 ശബ്ദം ഉണ്ടായി. തത്രാപ്യേകം ഒന്നായപ്പോഴോ നിരഭിത ഏകം അസ്മാന്നാഭവധ്വനി. അപ്പം പിന്നെ ധ്വനി ശബ്ദം ഒട്ടുമില്ല. അതൊന്ന് മനസ്സിലായത് എന്താണെന്നാണ്. അന്വശിക്ഷമിമം തസ്യ ഉപദേശമരിന്ദമ ലോകാനനുചരന്നേതാൻ ലോകതത്വവിവിത്സയാ. അപ്പം എന്താണ് 9 അരിന്ദമ, ഹേ ശത്രുക്കളെ ജയിക്കുന്ന രാജാവേ, ലോകത്വ വിവത്സയ, ഈ ലോകത്തിലത്തെ ലോകതത്വങ്ങളെ മനസ്സിലാക്കാനുള്ള ആഗ്രഹത്താൽ ഏതാൻ ലോകാൻ, ഈ ലോകങ്ങളിൽ അനുചരൻ സഞ്ചരിക്കുന്നവനായി തസ്യാഹ, ആ കന്യകയിൽ നിന്ന് ഇമം ഉപദേശ, ഈ ഉപദേശത്തിനെ അന്വശിക്ഷം ഞാൻ പഠിച്ചു എന്ന്. എന്താണ് ഇപ്പോൾ അവധൂതൻ പറയണ? ഹേ രാജാവേ, ഈ പിന്നെ ലോകതത്വങ്ങൾ മനസ്സിലാക്കാനുള്ള ആഗ്രഹം കൊണ്ട് ആണ് ഞാൻ ഈ ലോകങ്ങളിലൊക്കെ സഞ്ചരിച്ചിട്ട് എല്ലാറ്റിനെയും ഒബ്സർവ് ചെയ്യുന്നുണ്ട് ഞാൻ. അങ്ങനെ ഒബ്സർവ് ചെയ്തിട്ട് നടക്കുമ്പോൾ എനിക്ക് ഈ കുമാരിയുടെ നിന്ന് ഞാൻ ഈ പാഠമാണ് പഠിച്ചത് എന്ന് പറഞ്ഞ് ഈ പാഠം എന്താണെന്ന് അടുത്ത ശ്ലോകത്തിൽ പറയും. അന്വശിക്ഷമിമം തസ്യ ഉപദേശമരിന്ദമ ലോകാനനുചരന്നേതാൻ ലോകതത്വവിവിത്സയാ. ഇനി എന്താണ് ആ പാഠം എന്ന്? 10 വാസേ ബഹൂനാം കലഹോ ഭവദ്വാർത്ത ദ്വയോരപി ഏകയേവ ചരേത്തസ്മാത് കുമാര്യ ഇവ കങ്കണ. കുമാരിയുടെ കങ്കണം വളയെന്ന് എന്താ പഠിച്ചത്? ബഹൂനാം വാസൈഹി, അനേകം ആൾക്കാരോടുകൂടി വസിക്കുമ്പോൾ കലഹം ഭവേത്, കലഹം ഉണ്ടാവാൻ നല്ല സാധ്യത ഉണ്ട്. ദ്വയോഹോ, 2 ആളാണെങ്കിൽ പോലും വാർത്ത അഭി, അതായത് എന്തെങ്കിലും വർത്തമാനം പറയലും എപ്പോഴും എന്തെങ്കിലും പറയുകയുണ്ടാവുമല്ലോ. 2ാമതൊരാളുണ്ടെങ്കിൽ തന്നേച്ച വർത്തമാനം പറയില്ലല്ലോ, അപ്പോൾ ശബ്ദേ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ 2 ആളാണെങ്കിലും ചിലപ്പോൾ ശബ്ദവും കലഹവും ഒക്കെ ഉണ്ടാവാമല്ലോ. തസ്മാത്, അതുകൊണ്ട് കുമാര്യ കങ്കണ ഇവ, കുമാരിയുടെ ഈ വള പോലെ ഏകഹ ഏവ, ഒരുത്തൻ തനിച്ചായിട്ടു തന്നെ സഞ്ചരിക്കണം എന്നുള്ള പാഠമാണ് ഞാൻ പഠിച്ചത്. അതായത് എന്താ പറഞ്ഞ വെച്ചാൽ അനവധി ആളുകൾ ഒന്നിച്ച് വസിച്ചാൽ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാവും. അപ്പം എന്തെങ്കിലും തരത്തിലുള്ള വഴക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറയലും അശാന്തിയും ഉണ്ടാവും. മാത്രമല്ല അഭിപ്രായ ഐക്യം, അഥവാ ഇനിയിപ്പോൾ 2 ആളേ ഉള്ളൂ ചോട്ടെ, നല്ല ഫ്രണ്ട്സാണെങ്കിൽ എപ്പോഴും വർത്തമാനം പറഞ്ഞ് സമയം കളയും. അല്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ തമ്മിൽ ചെയ്യും. എങ്ങനെയായാലും 2 ആളാണെങ്കിൽ പോലും ചിലപ്പോൾ അശാന്തി ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ ഈ ആധ്യാത്മിക പാതയിൽ ചിലപ്പോൾ പുരോഗമിക്കാൻ ഒരു തടസ്സമായി തീരാം. അപ്പോൾ ആത്മവിചാരം ചെയ്യാനൊന്നും സമയം ഉണ്ടാവില്ല. ഭയങ്കര അഭിപ്രായ വ്യത്യാസമൊന്നും ഇല്ല എന്ന് തന്നെ വെച്ചോളൂ, നല്ല ഫ്രണ്ട്സ്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഓരോന്ന് പറയുക, ഇതിനെപ്പറ്റി പറയുക അങ്ങനെയൊക്കെ ആവുമ്പോൾ ആത്മവിചാരം ചെയ്യാനൊന്നും സമയമില്ലാണ്ടാവുമല്ലോ.
അപ്പോൾ എന്താ നല്ലതാ വെച്ചാൽ ഈ കുമാരിയുടെ വളകളെ എന്താ ഉണ്ടായത്, ഒറ്റയ്ക്കായപ്പോൾ ശബ്ദം ഉണ്ടാക്കില്ല എന്ന് കണ്ടുല്ലോ, അതുപോലെ ഒറ്റയ്ക്ക് സഞ്ചരിക്കുക തന്നെയാണ് നല്ലത് എന്ന് വളരെ ബോധ്യമായി എനിക്ക്. ഈ കുമാരിയാണ് വേറൊരു ഗുരു എന്ന് പറയുകയാണ് അവധൂതനി. ശരിക്കും നമുക്ക് ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാവും കേട്ടോ. അതായത് ഇപ്പോൾ നമുക്ക് അമ്പലത്തിലൊക്കെ പോവുക വെച്ചാൽ നമുക്ക് ശരിക്കും തന്നെ പോവുകയാണ് നല്ലത് അല്ലേ. ഇപ്പോൾ ഗുരുവായൂർ ഭജിക്കാൻ പോവുകയാണ്, നമുക്ക് നല്ല സ്നേഹവും നല്ല അഭിപ്രായ ഐക്യം ഉള്ളവർ തന്നെയാണ് വെച്ചോളൂ. ഒക്കെ പോയാൽ നമ്മളെന്ത് ചോദിച്ചാൽ തൊഴുതു വരികയൊക്കെ ചെയ്യും. പക്ഷെ ബാക്കി സമയമൊക്കെ നമ്മൾ ചിലപ്പോൾ വർത്തമാനം പറയുക, ഷോപ്പിങ്ങിന് പോകുക, അങ്ങനെയൊക്കെ ചെയ്യേ. പക്ഷെ നമ്മൾ തന്നെയാണെങ്കിൽ എന്താ ഗുണം വെച്ചാൽ നമ്മൾ ഭഗവാനെ തൊഴുത് വന്നു കഴിഞ്ഞാലും പിന്നെ നാരായണീയം വായിക്കേ, സമയം നമ്മൾ കളയാതെ ഈശ്വര വിചാരത്തിനായിട്ട് തന്നെ ആ ഭജനയുടെ സമയം ഉപയോഗിക്കാൻ നമ്മൾക്ക് സാധിക്കും. മറ്റത് വേണ്ടാച്ചിട്ടല്ല, അങ്ങനെയൊക്കെ വരുമല്ലോ. അപ്പം അത് വളരെ ശരിയാണ് എന്നെനിക്ക് തോന്നിയത് വായിച്ചപ്പോൾ. ഓക്കെ. വാസേ ബഹൂനാം കലഹോ ഭവദ്വാർത്താ ദ്വയോരഭി ഏക ഏവ ചരേ തസ്മാത് കുമാര്യ ഇവ കങ്കണ. ഇനി എന്താ 11. ഇനി എന്താ വെച്ചാൽ അമ്പുണ്ടാക്കണ ആളെയാണ് പറഞ്ഞ കേട്ടോ. അയാളുടെ ഏകാഗ്രത, ഒരു അമ്പുണ്ടാക്കണ ആളുടെ ആ കോൺസെൻട്രേഷൻ, അതായത് നമ്മൾ എന്തിലെങ്കിലും ഇങ്ങനെ നല്ലോണം കോൺസെൻട്രേറ്റ് ചെയ്താണെങ്കിൽ നമ്മൾ 4 പുറം നടക്കണത് അറിയില്ലല്ലോ. അങ്ങനെ വേണം എന്ന് പറയുകയാണ്. അതാണ് ഇതിൽ പറയാൻ പോണ കേട്ടോ. മന ഏകത്ര നോക്കട്ടെ കേട്ടോ, സമയം കൂടി നോക്കട്ടെ. അത്രയായിട്ടുള്ളൂ. ഓക്കെ. മന ഏകത്ര സംയുഞ്ജാൻ ജിതശ്വാസോ ജിതാസനഃ വൈരാഗ്യാഭ്യാസയോഗേന ധ്രിയമാണമതന്ത്രിതഃ. എന്താ പറയണേ? ജിതാസനഃ, അതായത് ആസനത്തിന് ജയം സിദ്ധിച്ചവനും, അതായത് എത്ര നേരം വേണമെങ്കിൽ ഒരേ പോസ്റ്ററിലിരിക്കാം, അങ്ങനെ ഉള്ളതാണ് ജിതാസനൻ എന്ന് പറയുന്നത്. അതായത് ഒരേപോലെ ഇരിക്കാൻ കുറേ പറ്റുന്നവനും. ജിതശ്വാസ, അതായത് പ്രാണനെ ഈ പ്രാണായാമം ചെയ്തിട്ട് ശ്വാസത്തിനെ ജയിച്ചവനും. അതന്ത്രിത, ആലസ്യം, അതായത് ഉറക്കം ആലസ്യം ഒന്നും വല്ലാതെ ഇല്ലാത്തവനും. അതായത് എന്തൊന്നില്ലാതെ ഉറങ്ങ ആലസ്യം അങ്ങനെ ഇല്ലാത്തവനായും. വൈരാഗ്യാഭ്യാസയോഗേന, വൈരാഗ്യം കൊണ്ടും അതിനെ അഭ്യസിച്ചുകൊണ്ടും. ധ്രിയമാണം, ആത്മനിയന്ത്രണത്തോടു കൂടിയ മനസ്സിനെ ഏകത്ര, അതായത് ഏകാഗ്രമായിട്ട് ഒരേ ലക്ഷ്യത്തിൽ യോജിപ്പിക്കേണ്ടതാകുന്നു. ഈ ഒരു പാഠം ആരെന്ന് പഠിച്ചു എന്നാണ് പറയണത്. അതായത് ഈ പിന്നെ നമ്മളെ അഷ്ടാംഗയോഗത്തിലുണ്ടല്ലോ അല്ലേ, യമം നിയമം, പിന്നെ മൂന്നാമത്തെ ശരിക്കും യമം നിയമം ജീവിത രീതി ചിട്ടപ്പെടുത്തലാണ് കേട്ടോ, അത് വളരെ പ്രധാനം. പിന്നെ മൂന്നാമത്തെ ആസനമാണ്, അതായത് സുഖമായിട്ടുള്ളൊരു ആസനത്തിൽ കുറേ നേരം ഇരിക്കാൻ സാധിക്കുന്നതാണ് ആസനം. അവനവനിഷ്ടമുള്ള ഒരു പോസിൽ കുറേ നേരം ഇളകാതിരിക്കാൻ പറ്റുന്നതാണ് ആസനജയം. പിന്നെ പ്രാണായാമം ചെയ്യുമല്ലോ നമ്മൾ, അത് പ്രാണജയം. ഇതൊക്കെ സമ്പാദിച്ച് ഇങ്ങനെ വൈരാഗ്യം ഒക്കെ അഭ്യസിച്ചിട്ടുള്ള പിന്നെ അങ്ങനെ നമ്മളെ മനസ്സിനെ നിയന്ത്രിച്ച് നമ്മൾ എന്താ ലക്ഷ്യം എന്നുള്ളതിലേക്ക് നമ്മൾ മനസ്സിനെ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ആ ലക്ഷ്യത്തിലായിരിക്കണം നമ്മുടെ ചിന്ത. ഏകാഗ്രമാക്കണം, ആ ലക്ഷ്യത്തെ ഓർത്ത് മനസ്സിനെ ഏകാഗ്രമാക്കണം. അതായത് നമുക്കിങ്ങനെ ചഞ്ചലമായിട്ടുള്ള മനസ്സിനെ, അതായത് നമുക്ക് അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു, കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ ഇരുന്നു, കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇരുന്നു, അങ്ങനെ അതന്നെ ശരിയാവണില്ല വെച്ചാൽ പിന്നെ ഏകാഗ്രമായിട്ട് മനസ്സോടു കൂടി എന്തിനെ പറ്റി ചിന്തിക്കാൻ സാധിക്കുമോ? ഇല്ല. അപ്പം അങ്ങനെ ചഞ്ചലമായിട്ടുള്ള മനസ്സിനെ ഏകാഗ്രത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടാണ് ഈ അഷ്ടാംഗയോഗമൊക്കെ അഭ്യസിക്കണേ. എന്നിട്ട് നമ്മൾ ഈ നല്ലോണം എന്താ നമ്മുടെ ലക്ഷ്യം എന്ന് തീർച്ചയാക്കിയിട്ട് അതിൽ തന്നെ ഏകാഗ്രതയോടുകൂടി നമ്മുടെ ചിത്തത്തിനെ യോജിപ്പിക്കണം. അതെ, ഒരേ ലക്ഷ്യത്തിൽ തന്നെ ഇരിക്കണം എന്ന്. അത് ആരെന്നാ പഠിച്ചത് കഴിഞ്ഞാൽ അടുത്തതിൽ പറയും. മന ഏകത്ര സംയുഞ്ജ ജിതശ്വാസോ ജിതാസന വൈരാഗ്യാഭ്യാസയോഗേന, വൈരാഗ്യം അഭ്യസിച്ചിട്ടേ ധ്രിയമാണം അതന്ത്രിത, അതായത് മടിയൊന്നുമില്ലാതെ നമ്മളെ മനസ്സിനെ ഒരേ പരമലക്ഷ്യത്തിൽ തന്നെ ഏകാഗ്രാക്കി വെക്കണം. അതാണ് ഇതിൽ പറയണത് കേട്ടോ. അതായത് ആസനം ജയിക്കണം, അങ്ങനെ വൈരാഗ്യവും അഭ്യാസമൊക്കെ ഉറപ്പിച്ച് അങ്ങനെ സർവം ഈശ്വരമയാണെന്ന്
ഉറപ്പിച്ച് അങ്ങനെ ഉറപ്പിച്ച യോഗിയെ പിന്നെ ഒന്നും ബാധിക്കില്ല. നാല് പുറം നടക്കണതൊന്നും ആ യോഗി അറിയില്ലേ. അതാണ് ഇതിൽ പറയണത് കേട്ടോ. ഇനി 12 വായിക്കാം. ആ ലക്ഷ്യം എന്താണെന്നാണ് ഞാൻ അടുത്തതിൽ പറയണത്. അങ്ങനെ ലക്ഷ്യത്തിൽ തന്നെ നമ്മൾ മനസ്സിനെ നിർത്തണം എന്ന് പറഞ്ഞല്ലോ. ഇനി ആ ലക്ഷ്യം എന്താണെന്നാണ് 12 പറയണത് കേട്ടോ. അപ്പോൾ യസ്മിൻ മനോ ലബ്ധപദം യഥേതച്ഛനൈഃ ശനൈർമുഞ്ചതി കർമ്മരേണൂൻ പതുക്കെ സത്വേന വൃദ്ധേന രജസ്തമശ്ച വിധൂയ നിർവാണമുപൈത്യനിന്ധനം. എന്താണ് ഏതത് മനഃ മീൻസ് ഈ എപ്പോഴും ഇങ്ങനെ ചഞ്ചലമായിട്ടുള്ള, അതായത് ഈ മനസ്സ് യഥേതത് മനഃ അല്ലേ, ഏതത് മനഃ, അതായത് ഏതൊരു കാരണം കൊണ്ടാണ് ഈ മനസ്സ്, അതാണ് ഞാൻ പറയാൻ പോണത്. ശനൈഹി മന്ദം പതുക്കെ ഈ മനസ്സുണ്ടല്ലോ, എപ്പോഴും ചഞ്ചലാവാൻ എളുപ്പമുള്ള ഈ മനസ്സിനെ പതുക്കെ ശനൈഹി ലബ്ധപദം, ആ ലക്ഷ്യസ്ഥാനത്തെ പ്രാപിച്ചതായിട്ട് രജോ ഗുണത്തിനെയും തമോ ഗുണത്തിനെയും വിധൂയ ഉപേക്ഷിച്ച്, അതായത് മനസ്സിങ്ങനെ നല്ലോണം ഏകാഗ്രാക്കി നിർത്തിയിട്ടേ ഈ മനസ്സിലത്തെ എപ്പോഴും ഇങ്ങനെ മനസ്സ് സങ്കല്പ വികല്പങ്ങൾക്ക് അധീനമാവാതെ അതിനെ നല്ല പതുക്കെ ഒരു സ്ഥാനത്ത് ഉറപ്പിച്ച് നിർത്തിയിട്ട് രജോ ഗുണത്തിനെയും തമോ ഗുണത്തിനെയും വിധൂയ ഉപേക്ഷിക്കണം. വൃദ്ധേന എന്നിട്ട് ധാരാളം വളർന്ന സത്വഗുണം, വൃദ്ധേന സത്വേന, എന്നിട്ട് നല്ലോണം രജോ ഗുണം തമോ ഗുണം ഇല്ലാണ്ടാകുമ്പോൾ സത്വഗുണ പ്രധാനമാവുമല്ലോ, മോസ്റ്റ്ലി സത്വഗുണവും. അങ്ങനെ സത്വഗുണം വർദ്ധിച്ചുകൊണ്ട് ഏതൊരു കാരണത്താൽ കർമ്മവാസനകളെ അങ്ങനെ നല്ല സത്വഗുണ പ്രധാനിയാവുമ്പോൾ എന്താ ഉണ്ടാവുക വെച്ചാൽ കർമ്മവാസനകളെ മുഞ്ചതി, നമുക്ക് ഇങ്ങനെ കർമ്മം ചെയ്യണം, എന്തെങ്കിലും കിട്ടണം, ആ ഒരു ആഗ്രഹം നല്ലോണം കുറയും. ഈ രജോ ഗുണം ആണ് നമ്മളെ ആക്റ്റീവാക്കണത്. അപ്പോൾ ഇത് ആക്റ്റീവ് അല്ലാണ്ടാവുക എന്നല്ല അർത്ഥം കേട്ടോ. ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും ചെയ്യണം, എനിക്കത് കിട്ടണം, എന്തെങ്കിലും ചെയ്യണം, അത് കിട്ടണം, ആ ഒരു ആഗ്രഹം രജോ ഗുണത്തിനെ ഇല്ലാണ്ടാക്കിയാൽ, രജോ ഗുണത്തിനെ ഉപേക്ഷിച്ചാൽ ഇല്ലാണ്ടാവും. തമോ ഗുണം എന്താ വെച്ചാൽ പിന്നെ ഈ ആലസ്യം ഉറക്കമൊക്കെ അതും ഇല്ലാണ്ടാവും. അല്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ളൊരു ദേഷ്യം, അതൊക്കെ തമോ ഗുണം, അതൊക്കെ ഇല്ലാണ്ടായാൽ സത്വഗുണപ്രധാനിയാവുമ്പോൾ എന്താ വെച്ചാൽ ഈ കർമ്മവാസനകളൊക്കെ നല്ലോണം കുറയും. അനിന്ധനം, അപ്പോൾ അങ്ങനെയുള്ള അതിനൊരു അതെ അനിന്ധനം നിർവ്വാണം, അങ്ങനെ രജസ്തമസ്സുകളെ മുഴുവൻ നശിപ്പിച്ചാൽ മനസ്സിൽ ഇന്ധനമില്ല, വിചാരങ്ങൾക്ക് ഒരു ഫ്യൂവലില്ലാണ്ടാവും. അപ്പോൾ ചിത്തവൃത്തികളൊക്കെ നല്ലോണം അസ്തമിക്കും. എന്താ വെച്ചാൽ ഈ രജസ്സും തമസ്സുമാണ് നമുക്ക് എപ്പോഴും വിക്ഷേപത്തിനും ലയത്തിനും കാരണമായിട്ടിരിക്കണത്. അപ്പം അതില്ലാച്ചാൽ നമ്മളെ ചിത്തവൃത്തികളൊക്കെ വളരെയധികം കുറയും. അതാണ് ഇതിൽ പറഞ്ഞത്. എന്തു ചെയ്യണം വെച്ചാൽ നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് നല്ലോണം ഉറപ്പിച്ച് നമ്മൾ അതിൽ തന്നെ വൈരാഗ്യമൊക്കെ അഭ്യസിച്ച് രജോ ഗുണത്തിനെയും തമോ ഗുണത്തിനെയും കംപ്ലീറ്റ്ലി ഇല്ലാതെയാക്കി സത്വഗുണപ്രധാനിയായി തീരുമ്പോൾ നമുക്ക് കർമ്മവാസനകൾ നമ്മളെ വിട്ടുപോവും. അപ്പം നമ്മളുടെ മനസ്സിനെ ഈ സങ്കല്പ വികല്പങ്ങൾക്കുള്ള ഇന്ധനം ഫ്യൂവല് ഇല്ലാണ്ടാവും. ഈ രജസ്തമോ ഗുണങ്ങളാണ് ഫ്യൂവലേ. അപ്പോൾ രജസ്തമോ ഗുണങ്ങൾ ഇല്ലാതെയാവുമ്പോൾ ഈ ചിത്തവൃത്തി വിചാരങ്ങൾക്കൊക്കെ ശമനം കിട്ടും, അതൊക്കെ ഇല്ലാതെയാവും, നല്ല ശാന്തമാവും, നിർവ്വാണം ഉപൈതി അശാന്തമായിട്ട് ഭവിക്കുന്നു. അതായത് ചിത്തവൃത്തി മുഴുവൻ നിരോധിച്ച് കഴിഞ്ഞാൽ മനസ്സ് ശരിക്കും നല്ല ശാന്തമായി തീരും. അതാണ് ചെയ്യേണ്ടത്. എന്താ വെച്ചാൽ രജോ ഗുണത്തിനെയും തമോ ഗുണത്തിനെയൊക്കെ നമ്മളെ മാറ്റി സത്വഗുണം നല്ലോണം വർദ്ധിപ്പിക്കുമ്പോഴാണ് ഇത് ഉണ്ടാവണത്. അപ്പോൾ നമുക്ക് മനസ്സ് നല്ല ശാന്തമായി ഇരിക്കും, എന്നിട്ട് പിന്നെ ആ മനസ്സിലാണ് നമുക്ക് നല്ല ആ മനസ്സ് ഭഗവാനിൽ ഉറപ്പിച്ചാലാണ് അങ്ങനെ സർവം ഈശ്വരമയായിട്ട്
കർമ്മത്തിൻ്റെ അതായത് സത്വഗുണം വർദ്ധിക്കുമ്പോൾ രജസ്തമോ ഗുണങ്ങളാകുന്ന മനസ്സിന് രജസ്തമോ ഗുണങ്ങൾ അകന്നു കഴിഞ്ഞാൽ നല്ല നിർവ്വാണ സുഖം അനുഭവിക്കും മനസ്സേ. അങ്ങനെ അവനവൻ്റെ സ്വസ്വരൂപത്തിൽ മുഴുകിയിട്ട് ഈ യോഗി അങ്ങനെ ആ സ്വസ്വരൂപത്തിൽ അതായത് ആത്മാവിൽ തന്നെ ആനന്ദിച്ചു കൊണ്ട് ഇരിക്കണ യോഗി പുറത്ത് നടക്കണതൊന്നും അറിയില്ല. അങ്ങനെ ആവണമെന്ന് പറയാണ്. അങ്ങനെ അതായത് സ്വസ്വരൂപത്തിൽ നിർവൃതനായിട്ട് അതായത് ആത്മാവിൽ തന്നെ രമിച്ചുകൊണ്ടിരിക്കണ ആ യോഗിക്ക് പുറത്തുള്ള ഒന്നും അറിയാതെ ആ ആത്മാവിൽ തന്നെ അലിഞ്ഞു ചേരും. ഒബ്ലീവിയസ് ഓഫ് എവ്രിതിങ് ആവും എന്ന് പറയാണ്. അങ്ങനെയുള്ള ഈ ഒരു പാഠം അതായത് എല്ലാത്തിൽ നിന്നും വിട്ടുനിന്ന് മനസ്സിനെ രജസ്തമോ ഗുണങ്ങളെ നീക്കി സത്വഗുണം വർദ്ധിപ്പിച്ച് ആ ഈശ്വരനാണ് സർവം ഈശ്വരമയം എന്ന് വിചാരിച്ച് ആ സ്വന്തം ആത്മാവിൽ തന്നെ രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ ബാക്കി കാര്യങ്ങളൊന്നും അറിയില്ല. ഈ ഒരു കാര്യം ഞാൻ ആരിൽ നിന്ന് പഠിച്ചു എന്നാണ് ഇനി നമ്മൾ അടുത്ത ശ്ലോകത്തിൽ പറയണ അമ്പുണ്ടാക്കണ ആളെ എന്നാണ്. അപ്പം നമുക്ക് ഇന്ന് ഇവിടെ നിർത്തി 12 വായിച്ച് ഇന്നിവിടെ നിർത്താം. യസ്മിൻ മനോലബ്ധപദം യദേതശ്ശനൈർമുഞ്ചതി കർമ്മരേണൂൻ സത്വേന വൃദ്ധേന രജസ്തമശ്ച വിധൂയ നിർവാണമുപൈത്യ അനിന്ധനം. ഇന്ധനം ഇല്ലാണ്ടേവാണ് ഈ സങ്കല്പ വികല്പങ്ങളെ മനസ്സിലിങ്ങനെ ചിന്തകൾ പൊന്തി വരാൻ ഉള്ള കാരണത്തിനെ ഇല്ലാണ്ടേക്കാണ്. എന്താ ഇവിടെ എന്താ ഫ്യൂവല്? രജസ്തമോ ഗുണങ്ങളുള്ള മനസ്സ്. അപ്പം അതിനെ നീക്കിയാൽ ശാന്തമാവും എന്ന് പറഞ്ഞ് നമുക്കിവിടെ നിർത്താം. അപ്പം നമുക്ക് അമ്പുണ്ട ആളെ പറഞ്ഞിട്ടില്ല ഇതുവരെ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം.